മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു. ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറയിലാണ് കടുവയുടെ ദൃശ്യങ്ങൾ ഉള്ളത്. മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. സൈലന്റ് വാലി മേഖലയിൽ നിന്നുള്ള കടുവ തന്നെയാണ് ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത്. DFO ധനിക് ലാലിന്റെ സ്ഥലം മാറ്റം ദൌത്യത്തെ ബാധിക്കുമെന്ന് ഡോക്ടർ അരുൺ സക്കറിയ പ്രതികരിച്ചു. ദൌത്യം പുരോഗമിക്കവെയാണ് നിലമ്പൂർ സൗത്ത് DFOയെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റിയത്. അരുൺ സക്കറിയയുടെ പ്രതികരണത്തിലേക്ക്. ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ. പുള്ളിയാണല്ലോ അത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്, പുള്ളിയാണല്ലോ. ഇതിനൊരു സെറ്റ് ബാക്ക് ഉണ്ട്, കുഴപ്പമുണ്ട്. അത് ഗവൺമെൻറ് തീരുമാനമല്ലേ, ഡിസിഷൻസ് അല്ലേ. പക്ഷെ നമ്മളൊരു ഓപ്പറേഷൻ അത് ഒരു ചെറിയൊരു ഹീസ് ലീഡിങ് ദാറ്റ് പ്രോസസ്. CV അനുമോദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞതോടെ കടുവയെ സ്പോട്ട് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അരുൺ സക്കറിയ ദൌത്യത്തെക്കുറിച്ച് പറയുന്നത്? മഞ്ജുഷ, ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് ദൗത്യം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഗഫൂറിനെ കൊന്ന അതേ മേഖലയിൽ സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. സൈലന്റ് വാലി മേഖലയിൽ നിന്നുള്ള കടുവയാണെന്നും വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൈലന്റ് വാലി 1 എന്നാണ് ഈ കടുവയെ വനംവകുപ്പ് വിശേഷിപ്പിക്കുന്നത്. മുൻപ് വനംവകുപ്പിൻ്റെ പട്ടികയിൽപ്പെട്ട കടുവ തന്നെയാണ് ഇതെന്നും വനംവകുപ്പ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ദൃശ്യം പതിഞ്ഞ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ നടത്തുവാനുള്ള നീക്കത്തിലാണ് വനംവകുപ്പ്. കൂടുതൽ സന്നാഹങ്ങളുമായി സംവിധാനങ്ങളുമായി ഇതിനോടകം തന്നെ ഇപ്പോൾ ആ മേഖലയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കുങ്കിയാനകളെ അവിടേക്ക് കൊണ്ടുപോകുന്ന കാര്യം അല്പസമയത്തിനകം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. നേരത്തെ കടുവ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാത്തതും ഈ ഒരു ദൗത്യത്തിൽ വലിയ തലവേദന തീർക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് പകരം ഒരു മേഖല കേന്ദ്രീകരിച്ച് ഈ ഉദ്യോഗസ്ഥരെയും തെരച്ചിലിനുള്ള ദൗത്യസേനാംഗങ്ങളെയും സംവിധാനങ്ങളെയും എല്ലാം ഒരു മേഖലയിലേക്ക് ക്രോഡീകരിക്കുവാൻ വനംവകുപ്പിന് ഇതോടെ സാധിക്കും. അതുതന്നെ ഈ ഒരു മേഖലയ്ക്ക് ഈ ഒരു ദൗത്യത്തിന് ഒരു പുതിയ വേഗം ഇതോടെ ലഭിക്കുന്നുവെന്ന് അരുൺ സക്കറിയ പറഞ്ഞു. അതേസമയം ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന സൗത്ത് DFO ധനിക് ലാലിൻ്റെ സ്ഥലം മാറ്റം അത് ദൗത്യത്തെ ബാധിക്കാനുള്ള വലിയ ഒരു സാധ്യതയുമുണ്ട്. കാരണം അദ്ദേഹമാണ് ഈ ഒരു ദൗത്യത്തെ നയിക്കുന്നത്. ഈ മേഖലയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള, ഈ മേഖലയിലെ ദൗത്യ സേനാംഗങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള, കൃത്യമായി ഈ മേഖലയെക്കുറിച്ച് അറിയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ധനിക് ലാൽ. അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് ഈ ഒരു ദൗത്യം പൂർത്തിയാകുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ഈ സ്ഥലമാറ്റ ഉത്തരവ് വന്നത് ഈ ദൗത്യത്തെ ബാധിക്കുമെന്നൊരാശങ്ക ഈ ദൗത്യത്തിൽ പ്രധാന റോൾ വഹിക്കുന്ന അരുൺ സക്കറിയ തന്നെ പങ്കുവയ്ക്കുമ്പോൾ അത് വലിയ ആശങ്ക തീർക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കുന്നുണ്ട്. മഞ്ജുഷ്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ.